തിരുവോണ നാളിലടക്കം സദ്യയ്ക്ക് നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് വാഴയില. ആലപ്പുഴ മുഹമ്മ സ്വദേശി ചാക്കോ ഒരു വാഴ കർഷകനാണ്. എന്നാൽ ഇദ്ദേഹം വാഴ കൃഷി ചെയ്യുന്നത് കുലയ്ക്ക് വേണ്ടിയല്ല, ട്യൂഷനിരയ്ക്ക് വേണ്ടിയാണ്. സാധാരണ വാഴ കർഷകർ കുലയ്ക്കു വേണ്ടി വാഴ നടുമ്പോൾ ഇവിടെ ചാക്കോ വാഴ നടുന്നത് ഇലയ്ക്കു വേണ്ടിയാണ്. ഒരു കൃഷിയിടത്തിൽ 600 കുഴികളിലായി 1000-ഓളം വാഴകൾ ചാക്കോ നട്ടിട്ടുണ്ട്. ദിവസേന 200 മുതൽ 250 വരെ മികച്ച തൂശനിലകൾ ഇവിടെ നിന്നും ലഭിക്കും. 4 രൂപയാണ് ഒരു ഇലയ്ക്ക് ലഭിക്കുന്ന വില. നഗരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ 10 രൂപയോളം ലഭിക്കും. വിപണിയിലെ വർദ്ധിച്ച ഡിമാൻഡ് കൊണ്ട് തന്നെ മെച്ചപ്പെട്ട ഒരു തൊഴിൽ മേഖല തന്നെയാണ് ഇതെന്ന് ചാക്കോ പറയുന്നു. എനിക്ക് കൊല വേണ്ട, ഇല മതി. അതാണ് എൻ്റെ മുദ്രാവാക്യം. പക്ഷേ എങ്കിലും നന്നായിട്ട് വളം ചെയ്ത് കഴിയുമ്പോൾ അവസാനം നമുക്കൊരു കൊലയും കൂടെ കിട്ടും. അതൊരു ബോണസായിട്ട് കണക്കാക്കാം. വളരെ മെച്ചപ്പെട്ട ഒരു തൊഴിൽ മേഖലയാണെന്നുള്ളതാണ് എൻ്റെ അനുഭവം. കാരണം 5 വർഷത്തോളമായി ഞാൻ ഈ കൃഷി തുടങ്ങിയിട്ട് ഇപ്പം ഞാൻ ഏകദേശം 1 ലക്ഷം വാഴയില എനിക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റി. അതോടുകൂടി 1 ലക്ഷം പ്ലാസ്റ്റിക് ഇല ഈ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചു. അതൊരു സാമൂഹ്യ പ്രതിബദ്ധതയും കൂടെയാണ്. രണ്ടാം മാസം മുതൽ ഇല വെട്ടിത്തുടങ്ങാം. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി. കേരളത്തിലേക്ക് ഇപ്പോൾ ഇലയെത്തുന്നത് 80% തമിഴ്നാട്ടിൽ നിന്നാണ്. നമ്മുടെ പ്രധാന ചടങ്ങുകൾക്കും സദ്യകൾക്കും ക്ഷേത്ര ചടങ്ങുകൾക്കും ഇല ഒഴിവാക്കാൻ കഴിയാത്തതുമാണ്. അതുകൊണ്ട് തന്നെ മികച്ച വരുമാനം ലഭിക്കുന്ന ഒരു കാർഷിക മേഖലയാണ് ഇതെന്ന് ചാക്കോ പറയുന്നു. ഇലയോടൊപ്പം പിണ്ടിയും കൂമ്പും ചെറിയ കുലയും ഈ വാഴകൃഷിയിലൂടെ ലഭിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ഇലകളെ പൂർണ്ണമായും ഒഴിവാക്കാൻ ഇത്തരത്തിലുള്ള കൃഷിയിലൂടെ സാധിക്കുന്നതായും ചാക്കോ ചൂണ്ടിക്കാട്ടുന്നു. അമൃത ന്യൂസ്, ആലപ്പുഴ.